ഈവനിങ് ഇങ്ങനെയൊക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കട അടച്ച് പോവാണ്. അപ്പോൾ ഇന്ന് നേരത്തെ അടച്ചു. ഇന്ന് നേരത്തെ അടക്കാൻ കാരണം കുട്ടികൾ 10ാം ക്ലാസ്സൊക്കെ പോയി. പിന്നെ നമ്മൾ തന്നെ ഇപ്പോൾ 8ാം ക്ലാസ്സോ 9ാം ക്ലാസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ കാരണങ്ങളൊക്കെ കഴിഞ്ഞാൽ ഞാൻ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ പോണ വഴിക്ക് കാണാം ഇൻഷാ അല്ലാഹ്. നാടിൻ നന്മകളെ തിന്മകളെ തുന്നിക്കാരേനെ കത്തി കൊണ്ട് ചോറിച്ചപ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ തണുപ്പിക്കണമെങ്കിൽ പേപ്പറിൻ്റെ സ്റ്റോണൊക്കെ അടിച്ച് കുടിക്കണ്ട. ഓക്കെ മോൾക്കൊരു കരിമ്പ് ജ്യൂസ് മീസി കടിച്ചു ആൺകുട്ടികളെ മതി. അതാ നേരത്തെ മീസങ്ങൾ എത്താ മോളൊരു ജ്യൂസ് എടുത്തപ്പോൾ കാരണം ഇനി നമ്മൾ മോനില്ലാണ് നമ്മൾ പാർസലായി കാണും. അപ്പോൾ കുട്ടികളെ നമ്മൾ പെരയിലെത്തിട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ ഇറക്കി. അപ്പോൾ പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് പിന്നെ ഇവിടെ എത്തി ഒരു വാങ്ങുമ്പോൾ എത്തി മറ്റു വാങ്ങുകൊടുത്ത് 4-4:30 എത്തൽ. ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നാളേക്കുള്ള ഉള്ളിയും കാനൊക്കെ വാങ്ങി പോകുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ കിച്ചണിൽ കുറച്ച് പണികളുണ്ട്. നോൽമ്പ് കിച്ചണാണിത്. നോൽമ്പക്ക് ഉണ്ടാക്കാനുള്ള കിച്ചൺ. ഇവിടെ പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് പണികളൊക്കെ ഉണ്ട്. എന്തെടുക്കാൻ പറ്റുമോ നോക്കട്ടെ. നമ്മളെ കടയത്തെ സാധനങ്ങൾ ഈവനിങ്ങിലെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇവിടെ സെറ്റാക്കിയതാണ്. ഇതിപ്പോൾ ചെറിയ കടമാരി തന്നെ ആയി. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അടുപ്പിച്ചണം. നേരത്തെ വരുമ്പോൾ നടക്കും. നാളെ ഇപ്പം ശിവരാത്രിയാണ്, സ്കൂളില്ല. നാളെ നോൽമ്പ് പണി അങ്ങോട്ട് കിട്ടാറുണ്ട്. അങ്ങനെ വൈകുന്നേരമാവും. പരിയത്തെ പണികളൊന്നും നിർത്തില്ല. മോള് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. മോളെ ഇറങ്ങേ. ആ മിക്കണ വിശേഷം എന്തെങ്കിലും വിശേഷങ്ങൾ സുഖമല്ലേ? അതിന് മറ്റേ ഉണ്ടോ മോളെ ഇറങ്ങേ. ആ അങ്ങനെയൊക്കെയാണ് വർത്താനങ്ങൾ. സാധനമൊക്കെ വാങ്ങി പോകുന്നു. ആ അപ്പോൾ നാളെ ചട്ടിപ്പത്തിരിക്കില്ല പിന്നെ മസാല ഉണ്ടാക്കാറുണ്ട്. പച്ച മസാല ഉണ്ടാക്കാം. അപ്പോൾ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചൊക്കെ കേട്ടോ. അപ്പോൾ ചതച്ച് കഴിഞ്ഞു. ഈ പാത്രത്തിലിട്ടിട്ടേ ഒക്കെ റെഡിയാക്കി വെക്കലാണ്. രാവിലെ സുബഹിക്ക് നമ്മൾ തുടങ്ങൽ. അപ്പോൾ എല്ലാ സാധനം സെറ്റാക്കി വെച്ചാൽ രാവിലെ തുടങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ പിടിച്ചിക്ക് വെക്കലാണ്. അപ്പോൾ ഈ മസാല അരച്ച് വെക്കുക. അതേമാതിരി ഉള്ളി വെട്ടി വെക്കുക. ഇങ്ങനത്തെ പരിപാടിയൊക്കെ രാത്രി കഴിച്ച് ചിലപ്പോൾ രാവിലെ 4 മണിക്ക് നീച്ചുമ്പോൾ ആ പണികളൊക്കെ കുറയും. പെട്ടെന്ന് നമുക്ക് അപ്പം ഉണ്ടാക്കിയാൽ മതി. അപ്പം ലെയറാക്കി ഉണ്ടാക്കുക. മാവ് അരച്ച് വെക്കും. പിന്നെ അപ്പം നമുക്ക് സെറ്റാക്കി തുടങ്ങാം. ഓക്കെ. മല്ലിച്ചപ്പ്. അപ്പോൾ അടുത്തഞ്ഞ് മല്ലിച്ചപ്പ് കട്ട് ചെയ്യാം കേട്ടോ. ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചാൽ രാവിലെ ബുദ്ധിമുട്ടും. ഉള്ളി കട്ട് ചെയ്ത് ഉളക്കും. പിന്നെ മാവ് അരച്ച് വെച്ചാൽ പിന്നെ അത്രയുള്ള പണി. പിന്നെ അത് നമുക്ക് സെറ്റാക്കുന്ന പണികളാണ്. 4 മണിക്ക് നീച്ചുമ്പോൾ ഒക്കെപ്പാടെ പണിയുണ്ട്. സമയം കിട്ടില്ല. സ്കൂളുണ്ടാവണതാണ്. സ്കൂളിലെ പ്രശ്നമല്ല, വൈകിക്കാനും പ്രശ്നമല്ല. അപ്പോൾ ഉള്ളി വെട്ടാൻ വേണ്ടി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ കണ്ണീരോണ്ടേ ഭയങ്കര എരിവാണ്. ചില ഉള്ളിക്ക് ഭയങ്കര കാരാണ്, ഭയങ്കര എരിവാണ്. ചില ഉള്ളിക്ക് അത്ര കുഴപ്പമുണ്ടാവില്ല. പിന്നെ ചില വെള്ളത്തിലിട്ടാൽ മതി. വെള്ളത്തിലിട്ടാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ മാവ് മസാല കൂട്ടുമ്പോൾ പിന്നെ ഇതിൽ വെള്ളം കൂടും. മസാല വെള്ളം കൂടും. വെള്ളത്തിലിട്ടാൽ അങ്ങനെ വെട്ടാൻ പാടില്ല. ഉള്ളിൽ വെള്ളം കയറിയ അല്ലെങ്കിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഉള്ളിൻ്റെ വെള്ളം ഉണ്ടാവും. അധികം വെള്ളമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പുളിച്ചു സാധനം. ഒരു 2-3 മണിക്കൂറായ സാധനം പുളിച്ചു. അപ്പോൾ കഴിയുന്നതും വെള്ളത്തിലിടാതെ വെട്ടുകയാണ് വേണ്ടത്. ഒരു ഡ്രൈ ആണ് നമുക്ക് വേണ്ടത്. വെള്ളം ചീറ്റി കൊണ്ട് നീണ്ടേ ബുദ്ധിമുട്ടാണ്. മസാല നമ്മൾ ലെയറാക്കി ഇടുന്നതുകൊണ്ട് ഉള്ളിൽ പോകണ മസാലയാണ്, പുറത്തല്ലല്ലോ. അപ്പോൾ ഉള്ളിലിടുമ്പോൾ വിങ്ങിയാണ്ടാകെ കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പുറത്താണ് പരിപാടി.
ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന റെസിപ്പിയും നേരത്തെ വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? നേരത്തെ വിട്ടില്ലായിരുന്നോ? അപ്പം ഇനിയിപ്പോൾ വിടണില്ല. അപ്പം നമ്മൾ ഇതൊക്കെ എടുക്കാൻ കഴിയില്ല. നമുക്ക് ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് വീഡിയോ ഇടാൻ സമയം ഉണ്ടാവില്ല രാവിലെ. അപ്പോൾ പെട്ടെന്ന് മസാല ഇടണമൊക്കെ എടുക്കാൻ നേരത്തെ വിട്ടതാണെന്ന് തോന്നുന്നു. നേരത്തെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം. അതിലുണ്ടാവും ഓരോന്ന് റെസിപ്പി വിടലുണ്ട് ഓരോന്നിന്. ഇപ്പോൾ ഓരോന്ന് പറഞ്ഞെടുക്കാനുള്ള ടൈം ഇട്ടല്ല രാവിലെ. പിന്നെ ഉള്ളി വെട്ടി കത്തിൻ്റെ മൂർച്ചം പോവാം. നിങ്ങളവിടെയൊക്കെ ഉണ്ട് കത്തിൻ്റെ മൂർച്ചം എല്ലാം പോവും. പഴയ അമ്മ ഉണ്ടാവുന്ന എടുക്കാനുള്ള ശരിക്ക്. പിന്നെ അതിനെ അണച്ചാൽ മതി. അണച്ചാലും ഉള്ളി വെട്ടി കഴിഞ്ഞാൽ പിന്നെയും മൂർച്ചം പോവും. അതായത് ചെറുനാരങ്ങ വെട്ടിയാൽ മൂർച്ചം പോവും. പക്ഷെ ഉള്ളിക്ക് പ്രത്യേകത ഉണ്ട്, വംശമുണ്ട്. എന്നും മൂർച്ചം കൂട്ടണം. ഒരു മൂർച്ച ഇല്ലാത്ത മാതിരി തോന്നും. മൂർച്ച അല്ലെങ്കിൽ ഉള്ളി ഇങ്ങനെ വെട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. മറ്റേ നമുക്ക് 10. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പം ഇനി നമുക്ക് വീണ്ടും നാളെ കാണാം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതിവിടെ വൈൻഡപ്പ് ആക്കാണ്. നാളെ നമുക്ക് ചട്ടിപ്പത്തിരി ചൂടുന്നതും ഇതൊക്കെ ആയിട്ട് നാളെ കാണാം. ഓക്കെ, എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അസ്സലാമു അലൈക്കും.